Johnny, Johnny, as papa, eating sugar, no papa. ചില നേരിട്ട് കണ്ട് കൈയൊക്കെ പിടിച്ച് ഫോട്ടോ ഇട്ടിട്ട് കെട്ടാന്നും പറഞ്ഞ് ഫോട്ടോ ഇട്ടിട്ട് പിന്നെ അത് ബ്രേക്കപ്പ് ആകുക അങ്ങനെ കണ്ട്. ഞാൻ വെറുതെ കുറെ സ്വപ്നം കണ്ടുപിടിയായി. വീട്ടിലിങ്ങനെ നിർബന്ധിക്കാറുണ്ടോ കല്യാണം? വീട്ടില് പറയാറൊന്നുമില്ല. വീട്ടില് ആരും പറയാറില്ല? ഞാൻ തന്നെ പറയാറുള്ളൂ. സ്ഥിരമായിട്ട് ഒരു ജോലി വേണമെന്ന് തോന്നിയിട്ടില്ലേ? ഇല്ല. സ്റ്റാർ മാജിക്കിലെ ഒറ്റ കണ്ടൻസൻസ് അവിടെ വന്നില്ല. അതിന്റെ ഒരു വിഷമം എനിക്ക് ഉണ്ടാകുന്ന പോകേണ്ട വിഷമം ഡാൻസ് ആയിട്ട് തീർത്തു. അങ്ങനെയാണോ? പാദസരം കിലുങ്ങുന്നല്ലോ മൗനങ്ങളായി നിന്റെ ഉഷസ്കാലമുണരുന്നു അനുരാഗമോ എന്നും അനുരാഗമോ. ഇത് ഏത് പാട്ടാണ്? അതിനിപ്പോ ഞാനൊന്നും ചോദിച്ചില്ലല്ലോ അരുൺ ജോസേ, ഇത്രയ്ക്ക് ദേഷ്യപ്പെടാനായിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താ ഇഷ്ടപ്പെടാത്ത ചോദ്യം? അതെന്താ? എന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കുന്നതാണല്ലോ. അപ്പൊ ഉത്തരം പറയേണ്ട ഉത്തരവാദിത്തം അലൻ ജോസിനല്ലേ? യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇത് കൂട്ടി മിമിക്രി ഒക്കെ ചെയ്തിട്ട് ആർക്കായിരുന്നു സത്യം പറഞ്ഞ ഈഗോ ഉണ്ടായിരുന്നത്? ടീച്ചേഴ്സ് ആണോ അതോ കൂടെയുള്ള സ്റ്റുഡൻസിന്? ബാക്കി ഞാൻ പറയുന്നില്ല. ആൻ എന്നാണ് പെൺകുട്ടി. ആ പെൺകുട്ടി ആരായിരുന്നു? എന്റെ ഒരു മുറപ്പെണ്ണെന്ന് തന്നെ പറയാം. മുറപ്പെണ്ണ്. എന്റെ പൊന്നി ഫാൻസ് ആണ് മൊത്തത്തില്. എന്റെ പ്രായത്തിന് വെച്ച് ഇപ്പൊ എന്റെ കൂടെ ഒരു ഞാൻ പറഞ്ഞില്ലേ തലോട്ടപ്പന്റെ പെങ്ങടമോളെന്ന് പറയുമ്പോ അത്യാവശ്യം മുറപ്പെണ്ണെന്ന് രീതി പറയാൻ വേണമെങ്കിൽ ഒരേ പ്രായമാണ്. എനിക്ക് 24 ഉണ്ടെങ്കിൽ അവർക്ക് 23. അങ്ങനെയാണ്. എന്റെ അമ്മ പഠിപ്പിച്ച ആനി പെരേര എന്ന് പറഞ്ഞ അമ്മ പഠിപ്പിച്ച. ആണോ? അമ്മ ടീച്ചറാണോ? ടീച്ചറായി KG ടീച്ചർ. ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട്. അലൻ ജോസിന്റെ അമ്മയാണോ പഠിപ്പിക്കുന്നത്? അമ്മ അനിയത്തിയുണ്ട്. എന്താ അലൻ ജോസ് പഠിച്ചേ? ഞാൻ പഠിച്ച BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ആണോ? ഓക്കെ, നമുക്ക് ഇംഗ്ലീഷിൽ ഒരു പാട്ട് കേട്ടാലോ? ഇംഗ്ലീഷിലൊരു പാട്ട്. ഇംഗ്ലീഷിലാ? ടൈറ്റാനിക്കിലെ പാട്ട് അറിയില്ല. ഏത് പാട്ട് അറിയോന്ന്? ഇംഗ്ലീഷ് ആണെങ്കിൽ ഇപ്പൊ നേഴ്സറിൽ പഠിച്ച പാട്ടൊന്നും പാടാം. Johnny, Johnny, as papa, eating sugar, no papa, telling lies, no papa, how it always so happy. പാട്ട് മാറിപ്പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടല്ലോ. വേറെ പാട്ടിന്റെ ട്രാക്കിലേക്ക് പോയോ? ഇതൊരു ചെറിയ അന്നത്തെ കുട്ടത്തം വരില്ലല്ലോ പാടുമ്പോ. വേറെ പാട്ടുണ്ടല്ലോ, Twinkle Twinkle Little Star. Twinkle Twinkle Little Star, മറന്നുപോയത് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചല്ലേ. ഓക്കെ, ഇപ്പോ റിവ്യൂ പറഞ്ഞ ആണ് ഇപ്പോ സിനിമയില് ഒരു ചുവടുവെപ്പ് എന്ന് പറയുന്നത്. റിവ്യൂ പറയുമ്പോ പറയുന്നത് ഏത് പടത്തിനായിരിക്കും ആദ്യമായിട്ട് റിവ്യൂ ചെയ്തത്? റിവ്യൂ ആദ്യം പറഞ്ഞത് ബി ഉണ്ണികൃഷ്ണൻ സാറിന്റെ മമ്മൂക്ക പടം ക്രിസ്റ്റഫർ കണ്ടപ്പോ എന്താ തോന്നി? ക്രിസ്റ്റഫർ കണ്ടപ്പോ അത് നല്ലൊരു സിനിമയായിട്ട് തോന്നി. നല്ലൊരു സിനിമയായിട്ട് തോന്നി. റിവ്യൂ അടിച്ചാൽ കിട്ടി. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഏത് പടം കണ്ട? UK കണ്ടായിരുന്നോ? അതിന്റെ റിവ്യൂ ഒന്ന് പറയാമോ? ഞാൻ എന്തായാലും റിവ്യൂ കണ്ടിട്ടില്ല. UK എന്ന സിനിമ അത് ഒരു സാധാരണക്കാരൻ എങ്ങനെ മുഖ്യമന്ത്രിയെ കാണാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്, പിന്നെ അതൊരു ഒരു സാധാരണക്കാരൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നയിക്കുന്ന രീതി അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതൊരു മെസ്സേജുണ്ട്. ഇത്രയുള്ളോ? ഇത്രയും പറഞ്ഞു കഴിഞ്ഞാല് റിവ്യൂ കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും ഇതാണ് ഈ സിനിമ പങ്കുവെക്കുന്നതെന്ന്. ഏകദേശം ബാക്കി സിനിമ കാണുക. അപ്പൊ ഇത്രയാണോ ഒരു റിവ്യൂല് പറയുന്നത്? ചെറുതായിട്ട് പറഞ്ഞതാ. ആണല്ലേ? ഓക്കെ, ആദ്യമായിട്ട് ഷോർട്ട് ഫിലിം ചെയ്തത് ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? ഷോർട്ട് ഫിലിം അലിയാട്ടോൺ നാൻസി. ഏത്? ആരായിരുന്നു നായിക? റിയനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം എന്ന് പറയുമ്പോ കുഴപ്പമില്ല അതെന്ന് പറയുമ്പോ പണ്ട് നമുക്ക് പോയി ഇപ്പൊ മറ്റേ കോൺഫറൻസ് ആയിട്ട് ഇരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് ഞാനത് വിട്ടുകളഞ്ഞ സംഭവമല്ല. ആദ്യം ഒരു വേറെ വേണ്ടി കാണിച്ചു വരയ്ക്കാം, കുഴപ്പമില്ല. ആരാ എന്താ ശരിക്കും അവിടെ നടന്നത്? അത് ഇപ്പോഴും ആർക്കും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ലാത്തൊരു വിഷയമാണ് അത്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് മറക്കാൻ സാധിക്കുന്ന വിഷയങ്ങളാണ്, അത് പറയുന്നില്ല. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് കളയാം. ഓക്കെ, ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ എന്താണ് അലൻ ജോസ് പെരേര? സിംഗിൾ ആണോ, അത് മാരീഡ് ആണോ, അത് റെഡി ടു മിംഗിൾ ആണോ? സിംഗിൾ ആണ്. അപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ഗേൾസിനോട് എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാര് നമ്മളെ പ്രപ്പോസ് ചെയ്യുക, അല്ലാണ്ട് വെറുതെ വിളിച്ച് കെട്ടാന്ന് പറഞ്ഞിട്ട് കാണാന്ന് പറഞ്ഞ് ചിലര് കാണാൻ നേരിട്ട് കാണുന്നുണ്ട്, അതും കെട്ടാന്ന് പറഞ്ഞ്
ഓരോ പരിപാടികളും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചിലര് മിസ്ബിഹേവ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ മിസ്ബിഹേവ് ചെയ്യുന്നത്? ചില നേരിട്ട് കണ്ട് കൈയൊക്കെ പിടിച്ച് ഫോട്ടോ ഇട്ടിട്ട് കെട്ടാന്നും പറഞ്ഞ് ഫോട്ടോ ഇട്ടിട്ട് പിന്നെ അത് ബ്രേക്കപ്പ് ആവുക അങ്ങനെ ഉണ്ട്. ആണോ? ഇപ്പോ ലാസ്റ്റ് റിലേഷൻഷിപ്പ് ആരുമായിട്ടായിരുന്നു? അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇങ്ങനെ ബ്രേക്കപ്പ് ആയിട്ട് എത്ര നാളായി? ബ്രേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും മെസ്സേജിങ് ഉണ്ട്. പക്ഷെ ഒരു കെട്ടാന്ന് പറഞ്ഞിട്ടൊന്നും സമ്മതിക്കുന്നില്ല. ആരെ സമ്മതിക്കാത്ത? അലൻ ജോസിന്റെ വീട്ടിലാണോ അതാ കുട്ടിയുടെ വീട്ടിലാണോ? കുട്ടിയാണ്. കുട്ടി ബുദ്ധിയില്ലാതെ പറഞ്ഞാണെന്ന് അറിയാൻ പാടുള്ളത്. വരുമായിരിക്കും. ഞാൻ പറയട്ടെ, അപ്പൊ നേരത്തെ ആദ്യം വിളിച്ചിട്ട് ഗേൾ ഫ്രണ്ട് കുറെ പെൺകുട്ടികൾ വിളിച്ച് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. സംസാരിക്കുന്ന ആൾക്ക് സംസാരിച്ചു പോണല്ലോ. നേരത്തെ കാണുന്നുണ്ട് ചിലരെ. പക്ഷെ അത് ഇപ്പോ അവര് വിളിക്കുമ്പോ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, എന്റെ മാത്രമായിട്ട് കൂടെ നിൽക്കും. നമ്മുടെ ഒരു അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അവർക്ക് ചിലപ്പോ നമ്മൾക്ക് തന്നെ ഒരു നോക്കണ സിറ്റുവേഷൻ പറയുന്നതായിരിക്കും. ചിലപ്പോ ഇപ്പൊ ഞാൻ പറയാറുണ്ടല്ലോ, ഇപ്പൊ ചിലവായി പോകുന്നൊക്കെ പറയണോ, അതുകൊണ്ടായിരിക്കും. ഫിനാൻഷ്യലി സെറ്റിൽ ആകാത്തോണ്ടായിരിക്കാം ചിലപ്പോ. ഫിനാൻഷ്യലി സെറ്റിൽ ആവണ്ടേ നമുക്ക്? ഫിനാൻഷ്യലി സെറ്റിൽ ആവണ്ടേ? എന്നാവാ? ഇപ്പൊ 24 വയസ്സായിന്ന് പറഞ്ഞില്ലേ, ഇനി എപ്പോഴും ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? കല്യാണം കഴിക്കേണ്ട പ്രായമായില്ലേ? വീട്ടിലിങ്ങനെ നിർബന്ധിക്കാറുണ്ടോ കല്യാണം? വീട്ടില് പറയാറൊന്നുമില്ല. വീട്ടില് ആരും പറയാറില്ല? ഞാൻ തന്നെ പറയാറുള്ളൂ. എങ്ങനെയാ പറയുന്നേ? അച്ഛൻ ഓക്കെയാണ്. അച്ഛൻ മറ്റേ അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞു ഡിസംബറിൽ വരുമ്പോ. ഈ ഡിസംബറിൽ അപ്പൊ ക്രിസ്മസിന് അലൻ ജോസിന്റെ കല്യാണം ഉണ്ടാവും എന്നാണോ പറയുന്നേ? അറിയില്ല, എന്തായാലും നോക്കാം. കെട്ടാനായിട്ട് താല്പര്യം ഉണ്ടോ ഇപ്പൊ? വരട്ടെ. വന്ന ഒരു പ്രപ്പോസൽ, അടിപൊളി പ്രപ്പോസൽ വന്ന എന്താ ഒരു കുട്ടിക്ക് വേണ്ട ഒരു ക്വാളിറ്റി? വിട്ടതാണ്. കാരണം അതിനെ പറ്റി പറയേണ്ട കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മള് നാള് പത്രത്തിൽ വരെ പരസ്യം ചെയ്താ. പത്രത്തിലൊക്കെ പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്താ ചെയ്ത പരസ്യം? പേര് വെക്കാറില്ലല്ലോ, അതിനകത്ത് അഡ്രസ്സും കാര്യങ്ങളും വെച്ചിട്ട് പ്രശ്നം ആണോ? അപ്പൊ ഇങ്ങനെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നോ? റിക്വസ്റ്റ് അല്ല, അത് അങ്ങനെ പരസ്യം ചെയ്തപ്പോ വിളിച്ച് ആദ്യം ഒരു ചേച്ചിയാന്ന് പറഞ്ഞ് വിളിക്കുന്നു, അനിയത്തിക്ക് വേണ്ടിയാന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മള് സംസാരിച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ട് നിന്നപ്പോ ഭയങ്കരമായിട്ട് തെറിവിളി. നിന്നെയൊക്കെ പോലത്തെ ആൾക്കാരൊക്കെ ആരാ കെട്ടിച്ചു തരുന്നത്? നിനക്ക് ജോലി ഉണ്ടോ? നീയൊക്കെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതല്ലേ? നിനക്ക് വരുമാനം ഉണ്ടോ? അങ്ങനെ കുറച്ച് കാര്യങ്ങള് അങ്ങനെയൊക്കെ ചോദിച്ചല്ലേ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് ഒരു ജോലി വേണമെന്ന് തോന്നിയിട്ടില്ലേ? ഇല്ല. അതെന്താ? ഫിനാൻഷ്യലി സപ്പോർട്ട് ഉള്ള ഒരു വീടാണോ അലൻ ജോസിന്റെ? ഫാമിലി നല്ലതാണ്. പക്ഷെ നമ്മളായിട്ട് തന്നെ ഒരു ക്യാഷ് ആകുമ്പോഴേ കെട്ടാൻ പാടില്ലെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പൊ ഇത്രയും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ ഇങ്ങനെ അത്യാവശ്യം വേണ്ട നമ്മുടെ ഒരു പെൺകുട്ടി കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് വരും എന്ന് എപ്പോഴായിരിക്കും തോന്നുക? അത് നമുക്ക് ഓണായിട്ടുള്ള ബിസിനസ് ചെയ്യാൻ. എന്ത് ബിസിനസ്സാ ചെയ്യാനായിട്ട് താല്പര്യം? എന്തായാലും ചെറിയ കട. എന്ത് കടയായിരിക്കും? ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, അങ്ങനത്തെ ചെറിയ ബേക്കറി, സൂപ്പർ മാർക്കറ്റ് ഒക്കെ വലിയ സൂപ്പർ മാർക്കറ്റ് അല്ല, മിനി അത്യാവശ്യം എല്ലാം ഉള്ള ഒരു കട ആണല്ലേ. ചെറിയ സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കൊച്ചിയിലല്ല, ആലപ്പുഴ. അതെന്താ ആലപ്പുഴ തരുന്നത്? ഇത്രയും വലിയ അപ്ഡേറ്റഡ് ആയിട്ട്. കൊച്ചി സേഫ് അല്ല. അതെന്താ കൊച്ചി സേഫ് അല്ലാത്ത? കൊച്ചി പഴയ കൊച്ചിയിലെന്ന് മമ്മൂക്ക പറഞ്ഞിട്ടില്ലേ നമ്മുടെ അടുത്ത്? അല്ല, കൊച്ചിയില് കുറച്ച് കയ്യങ്ങൾ കളിക്കേണ്ടി വരും. അതെന്താ? ഫൈറ്റ് ചെയ്യേണ്ടി വരും. അതിപ്പോ ആലപ്പുഴയിലാകുമ്പോ കുഴപ്പമില്ല. ആലപ്പുഴയിൽ എന്താ കുഴപ്പമില്ലാത്ത? ആലപ്പുഴയിലാകുമ്പോ തുടങ്ങാൻ പോകുന്നു ഷോപ്പ്. എന്തായാലും ഒരു ഡിസംബറോടുകൂടി എന്തായാലും തുടങ്ങാൻ പറ്റും. ഡിസംബർ എന്ന് പറയുന്ന ലക്കി മാസം വല്ലതുമാണോ? കല്യാണം ഒക്കെ ആവുന്നൊക്കെ പറയുന്നു. ഇപ്പൊ ഷോപ്പിംഗ് മാള് തുടങ്ങാൻ പോകുന്നു. അങ്ങനെ എന്തെങ്കിലും അറിയില്ല. അത് എന്തായാലും നമ്മൾ പല മാസങ്ങളിൽ പറയാറുണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും നമുക്കൊരു ഇപ്പൊ പറഞ്ഞല്ലോ, പലരും കല്യാണം ബേസ് ചെയ്തല്ല നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ മറ്റുള്ളവർ കളിയാക്കുമ്പോ നമുക്ക് എന്താണ് വരുമാനം നമുക്ക് കാണിച്ചോളൂല്ലോ. അതായത് കെട്ടുന്നില്ലോ എന്നുണ്ടാവില്ലല്ലോ. ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതല്ല. നമ്മുടെ ജീവിതം കുറച്ചുകൂടിയൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു. അതിനിടക്ക് വന്നാ ഓക്കെ, ഇല്ലെങ്കിൽ ടാറ്റ ബൈ ബൈ പറയൂ, അങ്ങനെയാണോ? ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഗേൾ ഫ്രണ്ട്സ് ആയിട്ട് ഒരു ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലേക്ക് പോകും. ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ് ആണോ താല്പര്യം? അല്ല, കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഗൾഫിലാണെങ്കിൽ പോകാമല്ലോ വേണമെങ്കിൽ. അപ്പൊ കെട്ടിയിട്ട് പൊക്കൂടെ? അത് അവിടെ ചെന്നിട്ട് ലിവിംഗ് താല്പര്യം? ചില പെൺകുട്ടികൾക്ക് ഇപ്പൊ ലിവിംഗ് ടുഗദർ പറയണ. ആണോ? അങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ രേണു സുധിയുടെ കൂടെ ഉണ്ടായ ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഡീസന്റ് ആണ്. ഓക്കെ. അപ്പൊ നമ്മുടെ സുധിച്ചേട്ടന്റെ 2ാം ചരമവാർഷികത്തിന് ആ വീട്ടിൽ ചെന്ന് ഡാൻസ് കളിച്ചതിൽ ഒത്തിരി വിമർശനങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു. അതെന്താ അവിടെ സംഭവിച്ചത് ശരിക്കും? അത് പുള്ളിക്കാരത്തിയുടെ വീട്ടിലെ ഒരു കൊച്ചു പറഞ്ഞപ്പോൾ കളിച്ചാണ്, പിന്നെ ഡാൻസ് ചെയ്തതാണ്. പിന്നെ അവിടെ വേറെ
പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരൊന്നും വന്നില്ല. അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കളിക്കില്ലായിരുന്നു, ഡാൻസ് ചെയ്യില്ലായിരുന്നു. അവിടെ സ്റ്റാർ മാജിക്കിലെ ഒറ്റ കണ്ടൻസൻസ് അവിടെ വന്നില്ല. അതിന്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു, പോകേണ്ട വിഷമം. ഡാൻസ് ആയിട്ട് തീർത്തു, അങ്ങനെയാണോ? ഓക്കെ. അപ്പൊ ഇങ്ങനെ ഇത്രയും നെഗറ്റീവ് ആയിട്ടുള്ള ട്രോൾസും കാര്യങ്ങളൊക്കെ വരുമ്പോ പെരേര എങ്ങനെയാണ് നോക്കി കാണുന്നത്? നെഗറ്റീവ്നെസ് നമ്മളെ ബന്ധുക്കൾ തന്നെ പലരും നമ്മളൊരു 18 വയസ്സ് കഴിയുമ്പോൾ തന്നെ പറയുമല്ലോ ജോലിക്ക് പോകണില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ജോലി മേടിച്ച് തന്നാ പോവാ. ജോലി മേടിച്ചു തരാനും നമ്മൾ സ്വന്തമായിട്ടല്ലേ ജോലി കണ്ടെത്തുന്നത്. നമ്മൾക്ക് എന്റെ ഒരു അങ്കിള്, പേര് ഞാൻ പറയുന്നില്ല, വില്ലേജ് ഓഫീസറാ. വില്ലേജില് ഓഫീസിലെ വർക്കാ. എന്ത് വർക്കാന്ന് അറിയില്ല കറക്റ്റ്. ആദ്യം വില്ലേജ് ഓഫീസറായിരുന്നു, പിന്നെ മാറ്റം കിട്ടിയിട്ട് വേറെ. അപ്പൊ പുള്ളി വിചാരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ഓഫീസുകളിൽ കിട്ടും. ഞാൻ പറയട്ടെ, നമ്മള് മറ്റുള്ളവരുടെ ഈ പ്യൂൺ എന്നൊക്കെ പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥരാണല്ലോ. സർക്കാർ അല്ലാണ്ട് പ്രൈവറ്റിലും അതിന് നമുക്ക് റെക്കമെൻഡേഷൻ വേണോ? നമ്മള് നമ്മുടെ കഴിവ് കാണിച്ച് വേണോ, അല്ലെങ്കിൽ അതിങ്ങനെ വേണോ? അല്ല, ഞാനത് മറ്റേ നേരിട്ട് അനുഭവിച്ചതാ. എന്തായിരുന്നു? ഞാൻ ഓഫീസ് ജോബ് ട്രൈ ചെയ്തപ്പോ എനിക്ക് ഏജ് ആയിട്ടില്ലെന്നാ പറഞ്ഞു. 33 വയസ്സാണ്. 33 വയസ്സ് വേണോ? നമുക്ക് മറ്റേ ഈ ഓഫീസിൽ ഇരിക്കുന്ന ജോബായി താല്പര്യം, അല്ലാണ്ട് പുറത്തു പോയിട്ട് ഈ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ യൂബറല്ല, സ്വിഗ്ഗി ഓടാൻ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഓഫീസിലിരിക്കുന്ന യൂണിഫോം വർക്കാണ് താല്പര്യം എന്ന് പറഞ്ഞു. അപ്പൊ ഈ സിനിമ അഭിനയിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്നതും ഇതും തമ്മിലുള്ള ലോജിക്ക് എന്താണ്? ഒരു സ്ഥലത്ത് പറയുന്നത് എനിക്ക് ഓഫീസർ ഡ്യൂട്ടി ആണ് ഇഷ്ടം. അതല്ല, അത് ഒരു കാലത്ത് ഇഷ്ടമായിരുന്നു, ഇപ്പൊ ഇഷ്ടമല്ല. ഓക്കെ, റെക്കമെൻഡേഷൻ വേണമെന്ന് പറഞ്ഞു. അതല്ല, ഇപ്പോഴൊന്നല്ല പറഞ്ഞത്. മുമ്പ് ഞാൻ ട്രൈ ചെയ്ത സമയത്ത് ആരെങ്കിലും ശുപാർശ എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ 5 lakhs 10 lakhs എന്നോട് കൈക്കൂലി വരാൻ പറഞ്ഞായിരുന്നു. അപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. കാരണം ചിലപ്പോ ഞാൻ പോയില്ലെങ്കിൽ 10 ലക്ഷം രൂപ വെള്ളത്തിലാവൂലേ. നമ്മൾ പൈസ കൊടുത്ത്, അതായത് നമ്മളിപ്പോ ഭയങ്കര എനിക്ക് ജോലി ചെയ്യുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ ഇപ്പൊ താങ്കൾക്ക് അറിയാൻ പറ്റും, ഇപ്പൊ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ പലരും ഇൻസ്ട്രക്ട് ചെയ്യും. ഉപദേശം. അപ്പൊ എനിക്ക് ആ ഉപദേശം കേൾക്കുന്നത് ഇഷ്ടമല്ല അധികം. അതുകൊണ്ട് എന്റെ മൈൻഡ് സെറ്ററും ആ ഒരു പ്രിൻസിപ്പിൾസുമായിട്ട് എനിക്ക് വർക്കാവൂല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ 5 lakhs 10 lakhs പറഞ്ഞപ്പോ വേണമെങ്കിൽ കൊടുക്കാനുള്ള അവസ്ഥയൊക്കെ ഉണ്ട് വീട്ടില്. കുഴപ്പമില്ല, ഒരു 5 ലക്ഷം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവത്തില് പപ്പ ഇറക്കാന്ന് പറഞ്ഞതാ ലോറൻസ് പെരേര. പക്ഷെ ഞാനത് വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാനത് എനിക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു 5 ദിവസം പോലും ഞാൻ ചില സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാറില്ലായിരുന്നു. ഞാൻ ചെരിപ്പടയിൽ പോയിട്ടുണ്ട്, പോയിട്ടുണ്ട്. അല്ലല്ല, അവിടെയൊക്കെ പേയ്മെന്റ് പോലും കറക്റ്റ് കിട്ടാറില്ല. അപ്പൊ ഞാൻ പറയട്ടെ, പിന്നെ പേയ്മെന്റ് കിട്ടാറുണ്ട് മറ്റേ പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്യുമായിരുന്നു. പെട്രോൾ പമ്പില് ഡീസലും പെട്രോളും. ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കാനാണോ താല്പര്യം? അല്ലല്ല, സാധാരണ അത് നമുക്ക് ട്രൈ ചെയ്തതാണല്ലോ. അത് കിട്ടിയില്ലല്ലോ. സാധാരണക്കാരനായ ഒരുപാട് സാഹചര്യം ഉണ്ടായിരുന്നു. എന്താ പറയാ, ഇപ്പൊ എന്റെ ഒരു ജോർജ് അങ്കിള് പുള്ളി ഒരു മേസ്ത്രി പണിക്കാരനാണ്. അപ്പൊ അതിന്റെ ഒരു കൽപ്പണിയിലേക്ക് ഒരു ചാൻസ് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഇപ്പൊ എനിക്ക് എന്റെ ഇടക്കൂച്ചിയിലെ നാട്ടിലൊക്കെ ചോദിച്ചാൽ കിട്ടും. പക്ഷെ അവര് പോലും ചോദിച്ചപ്പോ തരുന്നില്ല. അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ കൊണ്ടുപോയില്ല ആരും ജോലി ചെയ്യാനായിട്ട്. അപ്പൊ നമുക്കൊരു നമ്മളായിട്ട് തന്നെ പോയി നിൽക്കാൻ പറ്റില്ലല്ലോ. ഒരു കോൺട്രാക്ടർ ഉണ്ടാവും, അവരുടെ കൂടെ അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കൂടെ ആരും ഒരു അവസരങ്ങളും ഈ സാധാരണ ജോലികൾക്ക് പോലും തന്നിട്ടില്ലായിരുന്നു പണ്ട്. ഇപ്പൊ വേണമെങ്കിൽ തരാൻ ഒരുപാട് പേര് റെഡിയാ. പക്ഷെ അതെനിക്ക് വേണ്ട. കാരണം ഫെയിം ഉപയോഗിച്ച് കിട്ടുന്ന ഒരു ജോലികളും എനിക്ക് താല്പര്യമില്ല. ഒരുപാട് ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നും ഒരുപാട് ഓഫീസ് ജോബിന്റെ ഇന്റർവ്യൂ കാർഡ് വരെ അയച്ചു തന്നു. പക്ഷെ എനിക്ക് താല്പര്യമില്ല. കാരണം ഫെയിം വന്നു കഴിയുമ്പോ അതിനെ ചൊല്ലി ചിലപ്പോ പാട്ട് പഠിക്കാൻ, ഡാൻസ് കളിപ്പിക്കുക, അതൊക്കെ എനിക്ക് എന്നെ തന്നെ മെന്റലായി പോകും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ജോബ് പോകാത്ത. അല്ലാണ്ട് ജോബിന് പോകാൻ ഇപ്പൊ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല. ഇനിയിപ്പൊ ഫെയിം ഉപയോഗിച്ചാണ് ജോബ് ആൾക്കാർ പറയുന്നത്. പക്ഷെ ആ ഫെയിം ഉപയോഗിച്ച് വേണ്ടെന്ന് പറയും. നിങ്ങൾക്ക് ഫെയിം അല്ലാണ്ട് അലിൻ ജോസ് പെരേര വ്യക്തിയാണെന്നുള്ളതെങ്കിൽ വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെയല്ല, ഫെയിം ഉള്ളതുകൊണ്ടാ വിളിക്കുന്നതെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞു. എന്ത് ജോലി ചെയ്യാനും മടിയില്ലാത്ത ഒരാളാണോ അലൻ ജോസ് പെരേര? എന്ത് ജോലി എന്നല്ല, ഓഫീസ് ജോബ് ചെയ്യാൻ ഓക്കെയാണ്. അപ്പൊ പിന്നെ കൽപ്പണിക്കൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞത് പോയിന്നല്ല, നമുക്ക് അങ്ങനെ ചെയ്യാൻ. അല്ല, അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ 18 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാര് 18 വയസ്സ് കഴിയുമ്പോഴാണ് ആൾക്കാർ പോണത്. 10ാം ക്ലാസ് ഡിഗ്രി പഠിക്കണ്ടേ? അത് ഇത് പാർട്ട് ദാട്ടാണ്. ഇത്ര സമയത്തേക്കാണല്ലോ, ഉച്ചവരെ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ ഇതൊരു പാർട്ട് ടൈം ജോബായിട്ട് നോക്കിയതായിരുന്നു. അത് ട്രൈ ചെയ്തപ്പോ തന്നില്ല. പിന്നെ നമുക്ക് അതിനായിട്ട് എന്റെ പുറകെ പോയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ
പെട്രോൾ പമ്പിൽ പോയത്. പെട്രോൾ പമ്പിൽ പോയ ശേഷം പ്രതാപൻ എന്ന് പറഞ്ഞ പുള്ളി 2 വർഷം ജോലി ചെയ്യുന്നു. 2019 തുടങ്ങി 2021 വരെ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഫുൾ ടൈം അല്ല, പാർട്ട് ടൈം ആയിട്ട് 1 മണിക്കൂർ 46 രൂപ വെച്ച് ഒരു ദിവസം 500-600 രൂപ ആ വരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്നപ്പോഴാണ് ജൂനിയർ ആർട്ടിസ്റ്റിലേക്ക് അഭിനയിക്കാനായിട്ട്, സിനിമയിൽ അഭിനയിക്കാനായിട്ടുള്ള ഒരു ഇത് വന്നത്. ഗിരീഷൻ എന്ന് പറഞ്ഞ പുള്ളി വൈകിട്ട് അല്ലല്ല ഇത് പമ്പ് വർക്ക് ചെയ്യുന്ന ഒരു പുള്ളി. അത് പുള്ളി ഇപ്പൊ പറയാനായിട്ടാണെങ്കിൽ സ്കൂൾ ബസ് സിനിമയില് മറ്റേ പിള്ളേരെ ഇറക്കിക്കൊണ്ടുവരുമല്ലോ, സ്കൂൾ ബസ്സിൽ അഭിനയിക്കുന്ന ആൾക്കാരെ അറിയോ? അല്ല, സ്കൂൾ ബസ്സിൽ അഭിനയിച്ച കുട്ടികളെ ഇറക്കിയെന്നറിയോ? മറ്റേ സനൂഷയുടെ അനിയനല്ലേ? ആണോ? പുള്ളിയുടെ ഒരു തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടുവന്ന സീനുണ്ട്. അപ്പൊ അതിലെ തിയേറ്ററുകാരനായിട്ട് അഭിനയിച്ച വ്യക്തിയാണ് എന്നെ ഈ സിനിമയിലേക്ക് റെക്കമെൻഡ് ചെയ്തത്. അത് കഴിഞ്ഞ് പല സിനിമകളിലേക്കും എനിക്ക് അവസരം കിട്ടി. പിന്നെ റിവ്യൂയിലേക്ക് വന്നപ്പോ തന്നെയാണ് ബാഡ് ബോയ്സ് എന്ന പടത്തിലേക്ക് വന്നപ്പോ ഇപ്പൊ ഫിലിമോഗ്രാഫിൽ വരെ പേര് വന്നിട്ടുണ്ട്. അറട്ടണനും ബാഡ് ബോയ്സ് ഉണ്ട്, എനിക്കും ബാഡ് ബോയ്സ് ഉണ്ട് പറയാൻ. ഇപ്പൊ പേര് പറയുമ്പോ അതിൽ തന്നെ ഒരു ബാഡ് ബോയ് ആണ്, ഒരു ഗുഡ് ബോയ് ആണ് അലൻ ജോസ് പെരേര. ബാഡ് ബോയ് ആണ്, ഗുഡ് ബോയ് എന്ന് പറഞ്ഞാൽ ഓരോ പെൺകുട്ടികൾ ഇടപെടുന്ന പോലെ ഇരിക്കും. ഞാൻ ചോദിച്ചാൽ അങ്ങനെയല്ല, പെൺകുട്ടികളുടെ കാര്യമല്ല, പെൺകുട്ടികളെ ഞാൻ ചോദിച്ച ടോട്ടല് മൊത്തത്തില് എങ്ങനെയാണ് അലൻ ജോസ് പെരേര? വീട്ടുകാരുടെ മുമ്പിലും സമൂഹത്തിന്റെ മുമ്പിലും ഫ്രണ്ട്സിന്റെ മുമ്പിലും ഒറ്റ അലൻ ജോസ് പെരേരയുള്ള, അല്ലെങ്കിൽ എല്ലാവരുടെയും സാഹചര്യങ്ങൾക്ക് ദേഷ്യപ്പെടും. ഒന്ന് എന്റെ അടുത്തും ദേഷ്യപ്പെടും. ഞാനിപ്പോ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് വിചാരിച്ചു, അത് അലൻ ജോസിന് ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ എന്റെ അടുത്തൊന്നും ദേഷ്യപ്പെടാമോ? അതിനിപ്പോ ഞാനൊന്നും ചോദിച്ചില്ലല്ലോ അലൻ ജോസെ ഇത്രയ്ക്ക് ദേഷ്യപ്പെടാനായിട്ട്. എന്താ ഇഷ്ടപ്പെടാത്ത ചോദ്യം? അതെന്താ? എന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കുന്നതാണല്ലോ, അപ്പൊ ഉത്തരം പറയേണ്ട ഉത്തരവാദിത്തം അലൻ ജോസിനല്ലേ? ഇഷ്ടപ്പെട്ടില്ല എന്നാ പിന്നെ ഞാൻ എന്താ ചോദിക്കേണ്ടത്? അലൻ ജോസ് തന്നെ പറഞ്ഞു. എനിക്ക് ഇവിടെ തന്നേക്കുന്ന ചോദ്യമല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. എന്താ ചിരി വരുന്നോ? എന്താണ് ആ ഒരു ആക്ടറായിട്ട് അഭിനയിച്ചോ? അഭിനയാണല്ലോ ഇപ്പൊ ചെയ്തത്. ദേഷ്യം വരുന്നത് ഇപ്പൊ നമ്മൾ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോ ദേഷ്യം വരുമ്പോ ഇല്ലേ ഒരു വിഷമം ആണോ? ഇങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഡീന്ന് വിളിച്ച ഇൻസിഡൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ. എല്ലാ സ്കൂളിൽ പഠിക്കുമ്പോ പിഞ്ച് പൈതലായിരുന്നപ്പോ ഉണ്ടായിരുന്ന കാര്യങ്ങളാണോ? ആണോ? അവളായിട്ടും ഒരു ചെറിയ രീതിയിലൊക്കെ വെള്ളപ്പടക്കം ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു. ആണോ? നിങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണോ? ഞാൻ ഒരുമിച്ച് പഠിച്ചു. അവള് മാത്രമായിട്ട് ഞാൻ അധികം സൗഹൃദം ഉണ്ടായിട്ടുള്ളത്, വേറെ ആരും അങ്ങനെ മിണ്ടാറില്ല. സങ്കടമുണ്ടോ? സങ്കടമുണ്ടോ? എന്ത് കെട്ടിപ്പോയില്ല. അല്ല, ഇപ്പൊ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ടർഫായിട്ട് മറ്റേ ക്ലാസ്സിൽ പഠിച്ചപ്പോഴും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഇടയ്ക്ക് മെസ്സേജ് വരുമായിരുന്നു, ഉപദേശിക്കാറൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഉപദേശം. ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ ആരാ ഹാൻഡിൽ ചെയ്യുന്നത്? അലൻ ജോസ് തന്നെയാണോ? എന്റെ പേജുകൾ ഞാൻ തന്നെ ചെയ്യണം. നിലമ്പൂർ ഇലക്ഷൻ, ഇന്നലെ ഇലക്ഷൻ ആയിരുന്നു എന്ന് അറിയാലോ. വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടോ? നിലമ്പൂരല്ല, അല്ലാണ്ട് വോട്ട് ചെയ്തിട്ടുണ്ടോ? എത്ര വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും? 21 വയസ്സ് കഴിഞ്ഞപ്പോ തന്നെ വോട്ട് ചെയ്തായിരുന്നു. ആണോ? ഒരു വോട്ട്. ഓക്കെ. ഇന്നലെ ഇലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോ ആരാ ജയിച്ചെന്നറിയോ? കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ്. ആരാ ജയിച്ചേ? പേരറിയില്ല. ആര്യടൻ ഷൗക്കത്താണ് ജയിച്ചത്. ഈ വിജയത്തെ അലൻ ജോസ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എല്ലാ പാർട്ടികളും നമ്മൾ ഇഷ്ടപ്പെടുന്നു. പുള്ളി ജയിച്ചതിന് സന്തോഷമുണ്ട്. അലൻ ഏത് പാർട്ടിയാ? അത് ഞാൻ പറയില്ല. പാർട്ടി ഉണ്ടോ? പറയില്ല. പാർട്ടി ഉണ്ട് പറയില്ല, അതൊക്കെ സീക്രട്ട് ആണ്, അത് പിന്നെ പറയും. ഓക്കെ. വലിയ ഷോ പറയാം. അതെന്താ നമ്മുടെ ഷോ ചെറിയ ഷോ ആണെന്നാണോ പറയുന്നത്? ഇത് എത്ര പേര് കാണുന്ന പ്രോഗ്രാം ആണെന്ന് അറിയോ? നേരത്തെ ഈ ചാനൽ വർക്ക് ചെയ്തോണ്ടിരുന്നല്ലേ? കോൺഗ്രസ് ആണോ? ഓക്കെ. സന്തോഷമുണ്ട്. കേക്കൊക്കെ മുറിച്ചായിരുന്നു ഇന്നലെ? പാർട്ടിയോട് സ്നേഹമുണ്ട്, പക്ഷെ വലിയ രീതിയിലൊരു നമ്മള് അതിനോട് വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ. ഇപ്പൊ പാർട്ടിയിലൊക്കെ ഉള്ള ആളാണെന്ന് പറഞ്ഞു, ഒരു പ്രസംഗം, അതായത് പാർട്ടി ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ. ഓക്കെ. ഒരു പ്രസംഗം പറയാൻ പറഞ്ഞ എന്ത് പ്രസംഗം പറയും? ഒരു പ്രസംഗം പറയൂ. അതായത് ഇപ്പൊ ആര്യടൻ ഷൗക്കത്ത് ജയിച്ചേക്കാണ്, കോൺഗ്രസ് ജയിച്ചു നിക്കല്ലേ, അപ്പോ ജയിച്ചതിന്റെ ഇതില് ഒരു ഇപ്പൊ സ്ഥാനാർത്ഥി നമ്മുടെ അലനാണെന്ന് വിചാരിക്കുക. അപ്പോ ജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും മറ്റുള്ളവരോട്, അല്ലെങ്കിൽ ഈ നാട്ടിൽ വരത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അലന്റേതായിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും? അങ്ങനെ അതെന്താ ആ പ്രസംഗമൊക്കെ പറയുന്ന ആളെന്നല്ലേ പറഞ്ഞു? പഠിച്ചിട്ട്. എന്നാലും ജസ്റ്റ് ഒരു ഇത്, ഞാനൊന്നും പഠിച്ചിട്ടല്ലോ ഇവിടെ ഇരുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്.
3 വാക്ക് പറയാൻ ഓക്കെ 2-3 വാക്ക് പറ. ജയിച്ചു കഴിഞ്ഞാൽ പറയാം. ജയിച്ചല്ലോ, ജയിച്ചു നിക്കാണ്. ഇപ്പൊ 60,000 കൂടുതൽ 70,000 കൂടുതൽ വോട്ട് കിട്ടിയിട്ട് ഇപ്പോ ജയിച്ചു നിക്കാണ്. മറ്റു 3 പേരെ പിന്തള്ളിക്കൊണ്ട് കൂടെ ഉണ്ടായിരുന്ന 3 പേരെ ഇപ്പൊ നമുക്ക് ആറാട്ടെണ്ണ പറയാം. മറ്റേ ആരൊക്കെ നമ്മള് എതിർ കക്ഷികൾ അവരാണെന്ന് വിചാരിച്ചോ. അപ്പൊ അവരെയൊക്കെ ചവിട്ടിക്കൊണ്ടാണ് ഇത്രയും ഭൂരിപക്ഷത്തോടു കൂടി നമ്മുടെ അലൻ ജോസ് ജയിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ഈ വോട്ട് ചെയ്തവർക്കൊരു താങ്ക്സ് പറയണല്ലോ നമുക്ക്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ സമയം ചെലവിടും. ഒരുപാട് വികാസങ്ങൾ വരും. കുടിവെള്ളം എല്ലാവർക്കും. അതിലിപ്പോ കുടിവെള്ളം ഇല്ലേ? അല്ല ഞാൻ പറയട്ടെ, നമ്മുടെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് ഒരു സ്ഥാനാർത്ഥി. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഉള്ള പദ്ധതി ഉണ്ടാകും. പിന്നെന്താണ്, റോഡ് നിർമ്മാണത്തിന്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കും. ആദ്യമായിട്ട് ചെയ്യുന്നത് എന്തായിരിക്കും അപ്പൊ? ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ വഴിയിലേക്ക് കിടക്കുന്ന ആൾക്കാർക്ക് ഒരു ശരിക്കും ഒരു വീട് എന്ന രീതിയിൽ എല്ലാവരും ഒരുമിച്ച് താമസിപ്പിക്കാനൊരു വീട് റെഡിയാക്കും. അതാണ് ആദ്യം അത് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നല്ലൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, ഇപ്പോ രേണു ചേച്ചിയായിട്ട് എങ്ങനെയാ കോണ്ടാക്ട്? വിളിക്കാറൊക്കെ ഉണ്ടോ? വിളിക്കാറൊന്നുമില്ല. ഒന്ന് വിളിച്ചു നോക്കിയാലോ? വിളിക്കാറില്ലല്ലോ. അപ്പൊ വിളിച്ച് നമ്പർ ഇല്ലേ? അതെന്താ കൂടെ അഭിനയിച്ചിട്ട് നമ്പർ ഒന്നും വാങ്ങിക്കാത്തെ? നമ്പർ വാങ്ങിക്കാത്തെ? ചോദിച്ചില്ലേ? അതെന്താ? കൂട്ടുകാരൻ നമ്പർ ഉണ്ട്. പ്രതീക്ഷനെ വിളിക്കാമോ? ഓക്കെ, വിളിച്ചു. പ്രതീക്ഷനെ വിളിച്ച് ചോദിച്ചു നോക്കുക, ചേച്ചിയുടെ നമ്പർ എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു, ഒന്ന് സംസാരിക്കാനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷ തരുമായിരിക്കുമല്ലോ. അല്ലെങ്കിൽ കോൺഫറൻസ് കോൾ ഇട്ടാലും മതി എന്ന് പറഞ്ഞാൽ മതി. പ്രതീക്ഷ വിളിക്കുമ്പോൾ എന്തായാലും ഇരിക്കുമായിരിക്കുമല്ലോ. അറിയില്ല, ഭാര്യയും ഭർത്താവ് ആണോന്നുണ്ടോ ഇപ്പൊ ഒരു കോൾ ചെയ്യാനായിട്ട്? ഹലോ ചേച്ചി, അലിൻ ജോസാ, മനസ്സിലായോ? ഞാൻ വെറുതെ വിളിച്ചതാ. ചേച്ചി ഷൂട്ടിലാണെന്ന് അറിയാൻ വിളിച്ചാ. ചുമ്മാ വിളിച്ചാണോ? വീട്ടിലായിരുന്ന പുറത്തൊരു കമ്പനിയെ കൊണ്ട് കടയിലൊക്കെ ഒന്ന് വന്നു. ഇതാണോ നിന്റെ നമ്പര്? അതാ നമ്പര്. ഞാൻ സേവ് ചെയ്തിട്ട് വിളിച്ചോളാവേ. ഒരു ഇന്റർവ്യൂലായിരുന്നു, അപ്പൊ ചേച്ചി ആങ്കർ തന്നു എനിക്ക്. എന്നാടാ? ഒരു ഇന്റർവ്യൂലായിരുന്നു. ഇന്റർവ്യൂലാണോ? എന്നാ പറയാ? എന്നാ? അപ്പൊ ചേച്ചിയൊന്ന് വിളിക്കാൻ പറഞ്ഞു. ഇല്ല, ചേച്ചിയെ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചതാ, മനസ്സിലായോ? എനിക്ക് എന്റെ നിന്റെ നമ്പർ ഇല്ലായിരുന്നല്ലോ, അവന്റെ നമ്പർ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്നോർത്താ ഞാൻ മേടിക്കാൻ. പിന്നെ നീ വിളിച്ച ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, സന്തോഷമുള്ളൂ. നീ എന്താ കൊടുക്കട്ടെ? എന്തോ ആങ്കറിന് കൊടുക്കട്ടെ? കൊടുത്തോളൂ. ഹലോ, നമസ്കാരം ചേച്ചി. എന്റെ പേര് ശ്രീപ്രിയ എന്നാണേ. ശ്രീപ്രിയ, ഹായ്. അത് നമ്മുടെ നല്ല ഫ്രണ്ടായിട്ടോ, പാവം. ആണല്ലേ? നമ്പർ ഇല്ലായിരുന്നു ആളുടെ. ഞാൻ ചോദിച്ചായിരുന്നു, അപ്പൊ എന്റെ ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ കൊടുത്തതാ. സുഖമായിട്ടിരിക്കുന്നോ? കുഴപ്പമില്ലടാ, ഞാൻ അമ്മേനെ കൊടുത്ത് പുറത്തൊന്ന്. ആണല്ലേ? ഓക്കെ ചേച്ചി. ഓക്കെ ശരി. ഓക്കെ ബൈ. പറഞ്ഞേക്കോ. ഓക്കെ ചേച്ചി. എല്ലാവർക്കും നല്ല അഭിപ്രായമാണല്ലോ. അപ്പൊ ഇല്ലാത്ത ചിലപ്പോ സിനിമ നടിമാർക്കായിരിക്കും, ചിലപ്പോ എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് ഇപ്പൊ നല്ല അഭിപ്രായം ഒരു നടി പറഞ്ഞാലല്ലേ. ഇന്നലെ കഴിഞ്ഞ ദിവസം അൻസിബ പറഞ്ഞ ഡയലോഗ് കേട്ടോ? ഞാൻ കേട്ടില്ല, എന്താ പറഞ്ഞു? അൻസിബയുടെ ഒരു ആങ്കർ ചോദിച്ചതാ, ഈ ആറാട്ടൻ അലൻ ജോസ് പെരേര സിനിമയിൽ അഭിനയിപ്പിക്കുന്നത് എന്തിനാണ്, തെറ്റല്ലേ? അങ്ങനെ പറഞ്ഞു? തെറ്റല്ലേ ചോദിച്ചില്ല, എന്തിനാ അഭിനയിപ്പിക്കാന്ന് ചോദിച്ചൊരു ചോദ്യം. അപ്പൊ പുള്ളിക്കാരത്തി ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരത്തി അമ്മയില് അസോസിയേഷനിലെ മെയിൻ മെമ്പർ ആണല്ലോ. ലാലേട്ടന്റെ ഒപ്പൊക്കെ ഇരിക്കുന്ന ഒരു വീഡിയോ വരുന്നുണ്ടല്ലോ എല്ലാരും മെമ്പർഷിപ്പ്. അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ചാ അവര് ഫേമസ് ആണല്ലോ. അലൻ ജോസ് ഫേമസ് അല്ല. അവര് പറഞ്ഞ ഡയലോഗ് പറഞ്ഞ അവര് ഫേമസ് ആണല്ലോ, അതുകൊണ്ട് സിനിമയിൽ അഭിനയിക്കൊണ്ട് സിനിമയ്ക്കല്ലേ ഗുണം. അപ്പൊ അത് ആ ഒരു റെസ്പെക്ട് എനിക്ക് നല്ല രീതിയിൽ ഉൾക്കൊണ്ടു. ബാക്കിയുള്ള നമ്മളെ കളിയാക്കിയപ്പോഴും, ഇപ്പൊ സാനിയായപ്പോ നമ്മളെ കളിയാക്കിയപ്പോഴും മൈൻഡ് ചെയ്യാതെ പോയപ്പോഴും വിഷമം ഉണ്ടാകും. പക്ഷെ ഈ ഒരു വ്യക്തി നമ്മളെ കണ്ടപ്പോ മൈൻഡ് ചെയ്തപ്പോ നമ്മളൊരു നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്ത് വർത്തമാനം പറഞ്ഞപ്പോഴേ, അല്ലെങ്കിൽ പറയാൻ വേണമെങ്കിൽ ഇവരൊക്കെ എന്തിനാ അഭിനയിപ്പിക്കുന്നത്, മനസ്സിലായോ? കാരണം മറ്റേ ഞാൻ ബാഡ് ബോയ്സിൽ വന്നു, അപ്പോഴൊന്നും ചർച്ച വന്നില്ല. അതിനുശേഷം ബസൂക്കയില് ആറട്ടൻ തന്നെ ഒരു ചെറിയ രീതിയിൽ വന്നപ്പോ അത് ഭയങ്കര വിവാദമായി. അപ്പോഴാണ് ഈ രണ്ട് കാര്യങ്ങളും ചോദിച്ചത്. ഓക്കെ, ഇപ്പോ സിനിമയില് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആക്ട്രസ് അല്ലെങ്കിൽ ഒരു ക്രഷ് തോന്നിയിട്ടുള്ള ഒരു നടി ആരായിരിക്കും?
ക്രഷ് അർച്ചന കവി. അർച്ചന കവിയുടെ കൂടെ ഒരു സീൻ ചെയ്തിട്ടുണ്ട്. ഒരു ആരാധന. ഒരു ആരാധന പണ്ട് തൊട്ടേ എപ്പോഴാ നീലത്താമര കണ്ടു തുടങ്ങി പിന്നെയാണോ അതോ? നീലത്താമര നല്ലൊരു സിനിമയാണ്. നല്ലൊരു സിനിമയാണ്. എന്താ സിനിമയെ കുറിച്ച് അഭിപ്രായം? നല്ല സിനിമയാണ്. അർച്ചനയെ കുറിച്ച് എന്താ? അർച്ചന ഞാൻ എന്റെ ഒപ്പം വർക്ക് ചെയ്തതാണല്ലോ സീരിയലിൽ റാണി രാജേലി. ഒരുമിച്ച് ഒറ്റ ഫ്രെയിമിൽ വന്നതാ. അപ്പൊ അത് 2022 ഷൂട്ട് ചെയ്തത്. അപ്പൊ അതിലൊരു ഡെലിവറി ബോയ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തത്. അപ്പൊ അത് ചെയ്തപ്പോ ഫെയിം ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്. പക്ഷെ എന്നെങ്കിലും ആ ഒരു സംഭവം നമ്മള് റീപോസ്റ്റ് ചെയ്തായിരുന്നു. മറ്റേ വീഡിയോ ക്ലിപ്പിംഗ്സ് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ വഴി ഇട്ടപ്പോൾ എനിക്ക് ഓപ്പറേറ്റ് ഒരുപാട് വരും. അതിൽ പൈസ ഒന്നും എന്റെ പൈസ കിട്ടുന്നില്ല. എന്നാലും ഞാൻ ഇട്ട്. പക്ഷെ അത് കയറി അത് വൈറലായി. കാരണം നമ്മള് മെൻഷൻ ചെയ്ത് ഇട്ടായിരുന്നു. മനോരമ മാക്സിൽ എപ്പിസോഡ് 8 ഉണ്ടെന്ന രീതിയിൽ എഴുതി ഇട്ടായിരുന്നു. അപ്പൊ അത് ആൾക്കാര് കണ്ടുപിടിച്ചിട്ട് മനോരമ മാക്സിന്റെ പേജ് വഴി വീഡിയോ വന്നിരുന്നു. അപ്പൊ അത് നല്ല സന്തോഷമുണ്ടായിരുന്നു. ചേച്ചിയെ എനിക്ക് റെസ്പെക്ട് ഉണ്ട്. ചേച്ചിയുടെ വനിതാ തിയേറ്റർ വെച്ച് കണ്ടപ്പോഴും പുള്ളിക്കാർത്തി വർത്താനൊക്കെ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ റീസെന്റ് ആയിട്ട് ക്രഷ് തോന്നി നിൽക്കുന്ന ആരായിരിക്കും? ഇപ്പൊ ഒത്തിരിയേറെ സിനിമ നടിമാര് വന്നിട്ടുണ്ടല്ലോ, അവരോടൊക്കെ അവരിൽ ആരെയായിരിക്കും? പുതിയ ആൾക്കാരെ പരിചയമില്ല. ഏതായാലും കാണുമ്പോ നമുക്ക് ഈ കുട്ടി കൊള്ളാലോ, നല്ല കുട്ടി, അങ്ങനെ തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവോ? എനിക്കങ്ങനെ ക്രഷ് തോന്നാറില്ല. പുതിയ ആൾക്കാരൊക്കെ എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി കണ്ടുകൊണ്ടിരിക്കുന്ന ഗേൾസിനോട് അല്ലെങ്കിൽ എല്ലാവരോടും എന്തായിരിക്കും അതിനോട് പറയാം? എന്താ പറയാ? കണ്ടുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ചെയ്യാം. നമ്മളെ പരിപാടികളൊക്കെ വരുമ്പോ വിജയിപ്പിക്കുക. ഇപ്പൊ നമ്മളിപ്പോ തിരുമാരി എന്ന് പറയുന്ന മ്യൂസിക് ആൽബം ചെയ്തിട്ടുണ്ട്, അത് ഇറങ്ങാനുണ്ട്. പിന്നെ വേറെ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങാനുണ്ട്. പിന്നെ ഇപ്പൊ ഈ വരുന്ന 27 ജൂൺ 27 ബിബിൻ ജോസിന്റെ ഷാനിഖ് ഖാന്റെ കൂടൽ എന്ന മൂവി ഇറങ്ങുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഞാനും അഭിലാഷ് ആട്ടായും ഉണ്ട് അതിനകത്ത്. അപ്പൊ അത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അവസാനമായിട്ട് ഞാൻ ആറാട്ടെണ്ണം വന്നു കഴിഞ്ഞപ്പോ ആറാട്ടെണ്ണനെ കൊണ്ട് വിളിപ്പിച്ചപ്പോ അലൻ ജോസ് കോൾ എടുത്തിട്ടുണ്ടായില്ല. നമുക്കൊന്ന് തിരിച്ചു വിളിച്ചാലോ? അതോടുകൂടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഒന്ന് വിളിക്കാം. ആറാട്ടെണ്ണം വേണേ ഞാൻ ഗ്ലാസ് ഒക്കെ വെച്ചിരുന്നു, വിളിച്ചു. ഹലോ അണ്ണാ, നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. ഒരു ഇന്റർവ്യൂന്നാ വിളിക്കണത്, വൈറ്റ് സ്റ്റാൻഡില്. അപ്പൊ ആങ്കർ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ആങ്കർ ഒന്ന് കൊടുക്കാം കേട്ടോ. ആങ്കറിന് ക്രഷ് ഉണ്ടെന്ന് പറയണം. ആങ്കറിന് ക്രഷ് ഉണ്ടെന്ന് പറയണം. സംസാരിക്കും. ആറാട്ടെണ്ണ അറിയോ? അതിന്റെ പേര് ശ്രീപ്രിയ. അന്ന് നമ്മൾ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ക്രഷ് തോന്നുന്നു? ദൈവം, എനിക്ക് വയ്യ. ഓക്കെ ആറാട്ടെണ്ണ, നമ്മൾ അന്ന് അലൻ ജോസിനെ വിളിച്ചു കഴിഞ്ഞപ്പോ അലൻ ജോസ് കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ തിരിച്ചൊരു ടാസ്ക് തന്നു നോക്കിയതാണേ. ഓക്കെ, ഞാൻ അലന് ഫോൺ കൊടുക്കാം. ഹലോ, എന്നെ പറ്റി രണ്ടോക്ക് പറയും. ഷൂട്ടിലാണ്. ആണോ? മീനൂസ് കിച്ചൺ എന്ന് പറഞ്ഞ സീരിയലിലായിരുന്നു അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. റാം ആയിട്ടായിരുന്നു. റാം ഒരു കല്യാണ ബ്രോക്കർ. ഓക്കെ, ആ ഒരു സമയത്ത് എങ്ങനെയാണ് നോക്കി കാണുന്നത്? അതില് നമ്മള് വിഷ്ണു കൊച്ചിക്കാരൻ വഴിയാണ് സീരിയലിൽ വന്നത്. വിഷ്ണു ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ക്യാരക്ടർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞപ്പോ നമ്മളെ റെക്കമെൻഡ് ചെയ്തു. നമ്മള് പോയി വർക്ക് ചെയ്തു. ഒരു 4-5 എപ്പിസോഡ് റിലീസ് ചെയ്തു. നല്ലൊരു അനുഭവമാണ്. കാരണം നമ്മള് ഫിലിം ഫീൽഡിലും സീരിയൽ ഫീൽഡിലും വ്യത്യാസമുണ്ട്. എന്നാലും അവിടെ നടിമാര് നല്ലൊരു സപ്പോർട്ട് ചെയ്താണ് അഭിനയിച്ചത്. കാരണം ചില ആൾക്കാർ ചിരിച്ചോണ്ടിരിക്കും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ചിരിക്കാണ്ട് നോർമലായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഷിജോ സാർ എന്ന് പറഞ്ഞ ഡയറക്ടറാണ് അവസരം തന്നത്. അപ്പൊ പുള്ളിയുടെ ഒരു വാക്കില് കിട്ടിയതിന് നന്ദിയുണ്ട്. ഇനിയിപ്പോ ഒരു എപ്പിസോഡ് കൂടി ചെയ്യാനുണ്ട്. കല്യാണത്തിന്റെ ബന്ധപ്പെട്ടൊരു സീനില് ബ്രോക്കറാണല്ലോ, കല്യാണത്തിന് വേണല്ലോ, മെയിൻ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു ഇൻട്രോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു ബിഗ് ബഡ്ജറ്റ് കല്യാണം എന്നാ പറഞ്ഞത്. കല്യാണം മണ്ഡപവും കാര്യങ്ങളൊക്കെ വരുന്നത് വലിയൊരു സ്കെയിലാന്നൊക്കെ പറഞ്ഞത്. ജൂലൈ 5-ാം തീയതിക്ക് ശേഷം ഷൂട്ട് എന്നാ പറഞ്ഞു. തമിഴ് പാട്ട് പാടാം, നമ്മൾ മലയാളം പാടിയല്ലോ. എനിക്ക് പാട്ടൊന്നും പാടാൻ അറിയത്തില്ല. അറിയാവുന്ന പാട്ട് ഞാൻ പാടുന്ന രണ്ടുപേര് കഴിഞ്ഞിട്ട് അങ്ങനെ പാടാം. സെറ്റ്. കരഞ്ഞേ കുരുവിയെ കണ്ടില്ല, ചിരിമണി ചിലമ്പൊലി കേട്ടില്ല, പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല, കാവിൽ വന്നില്ല, പൂരം കണ്ടില്ല, മായം കൈകൊട്ടും. മറന്നുപോയോ?
ഓക്കെ, ഇനി അലൻ ജോസ് തന്നേക്ക് ഒരു പാട്ട് പാടാം. മലയാളി പെണ്ണെ നിന്റെ മുഖശ്രീലായിരം നീ നല്ല സിന്ദൂര സൂരോദയം പാദസരം കിലുങ്ങുന്നല്ലോ മൗനങ്ങളായി നിന്റെ ഉഷസ്കാലമുണരുന്നു അനുരാഗമോ എന്നും അനുരാഗമോ. ഇത് പാട്ടാണ് അലൻ ജോസ്? ഇത് പാട്ടുണ്ടല്ലോ കാരിസലുണ്ട് ഫിലിമിന്റെ കൂടെ. ഞാൻ കേട്ടേക്കുന്ന കാര്യസ്ഥല പാട്ട് ഇങ്ങനെയല്ലല്ലോ. പിന്നെ പഠിക്കുന്നു. എനിക്ക് ഒരു തമിഴും കൂടി ആയാലോ? തമിഴിൽ ആരെയും ഏറ്റവും ഇഷ്ടം? വിജയ്, സൂര്യ, സേതുപതി? സൂര്യയുടെ ഏതാ ഏറ്റവും ഇഷ്ടമുള്ള പടം? സിംഗം 1, 2, 3 ഏതാ? അത് എനിക്കറിയില്ല. അതറിയില്ലേ? ഏതോ ഒരു പാട്ടാ എനിക്കിഷ്ടം. ഇഷ്ടമല്ല, ഏതോ ഒരു പാട്ട് ഇഷ്ടമുള്ള പടം ആരെങ്കിലും മറക്കുവോ? ഒരു ആക്ടർ ഫസ്റ്റ്. സിംഗം ഫസ്റ്റ് ആണോ ഇഷ്ടം? ഓക്കെ, അപ്പൊ ഏത് പാട്ടാ പാടുന്നത് തമിഴില്? സൂര്യയുടെ തന്നെ ഒരു പാട്ടായിക്കോട്ടെ. സൂര്യയുടെ പാട്ട് എനിക്കറിയില്ല. അറിയത്തില്ലേ? പിന്നെ വിജയുടെ പാട്ട്. ഓക്കെ, വിജയുടെ പാട്ട് പാടിക്കാം. മാമ്പയോ മാമ്പയോ മൽഗോ മാമ്പയോ സേലത്തെ മാമ്പയോ നീതാനടി അയകാ മടിച്ചേ അപ്പടിക്കാൻ സിംഗപ്പൂർ കളിത്താമ സിംഗപ്പൂർ മാമ്പയോ മാമ്പയോ. ഓക്കെ, അപ്പൊ എന്തായാലും അലൻ ജോസ് ഇത്രയും സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നല്ല നല്ല സിനിമകൾ വരട്ടെ, സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.